പിണറായി വിജയന്റെയോ എ വിജയരാഘവന്റെ വീട്ടിൽ രക്തസാക്ഷികളുണ്ടോ എന്ന് ജി സുധാകരൻ. എം.വി. ഗോവിന്ദന്റെ വീട്ടിലുണ്ടോ? തന്റെ അനുജൻ ഭുവനേശ്വറിന്റെ കൊലപാതകത്തിന് പിന്നിൽ SFI ഗുണ്ടകളാണ്. ഭുവനേശ്വറിനെ നിർബന്ധിച്ച് കോളേജിൽ വിട്ടത് CPM ആണെന്നും സുധാകരൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പറഞ്ഞു. കോളേജ് കലാപകലുഷിതമായിരുന്നപ്പോൾ കോളേജിൽ പോകണ്ടെന്ന് താൻ പറഞ്ഞതാണ്. അവൻ നേരെ പാർട്ടി ഓഫീസിൽ പോയി. പാർട്ടി പ്രസിഡന്റ് മുൻ MLA ആയ PK കുമാരനാണ്. വേഗം കോളേജിൽ പോകാനാണ് അവർ ആവശ്യപ്പെട്ടത്. SFI ഗുണ്ടകളാണ് കൊല്ലാൻ സാഹചര്യമുണ്ടാക്കിയത്. അക്രമികളായ SFI-ക്കാർ ഓടി അവന്റെ മുറിയിൽ പോയി കയറി. പിന്നാലെ അടികൊണ്ട KSU-ക്കാർ വന്നു. SFI-ക്കാർ ഭുവനേശ്വരനെ അവിടെ ഉപേക്ഷിച്ച് ജനാല തുറന്ന പൈപ്പ് വഴി രക്ഷപ്പെട്ടു. ഇവർ ഓടി അവന്റെ മുറിയിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു. ഭുവനേശ്വരനെ നിർബന്ധിച്ച് കോളേജിൽ വിട്ടത് പന്തളത്തെ CPM നേതാക്കന്മാരാണെന്നും ജി സുധാകരൻ പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെ ജാതി അധിക്ഷേപ പരാമർശവും സുധാകരൻ നടത്തി. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ, നായരെന്ന് അറിയിക്കാൻ മുല്ലയും തുളസിയും തലയിൽ ചൂടുമെന്നും സുധാകരൻ പറഞ്ഞു. ഇവർ അങ്ങോട്ട് ചെന്നാൽ നായന്മാരെല്ലാം വോട്ട് ചെയ്യുമെന്നാണ് ധാരണ. സുജാതയ്ക്ക് നാണമില്ലേ എന്നും സുധാകരൻ ചോദിച്ചു. അമ്പലപ്പുഴയിലെ ചാർജുകാരിയാണെന്നാണ് പറയുന്നത്. അവർ അവിടെ മലക്കമറിയുകയാണോ? സുജാത ഇവിടെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്നും ജി സുധാകരൻ ചോദിച്ചു. മത്സ്യത്തിന്റെ മണമുള്ള മണൽ ക്ഷേത്രത്തിൽ അടിച്ചുവെന്നും ജി സുധാകരൻ പറഞ്ഞു. കളർകോട് ക്ഷേത്രത്തിലാണ് മത്സ്യത്തിന്റെ മണമുള്ള മണൽ അടിച്ചതെന്നാണ് സുധാകരൻ പറഞ്ഞത്. LDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് സുധാകരന്റെ വിമർശനം.